സത്യത്തിൽ ഈ സിനിമ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും മുൻനിര നായകന്മാരെയൊക്കെ വെച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഞാൻ അതിൽ ഒന്ന് രണ്ട് പേരെ സമീപിച്ചതാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പുതുമ സംവിധായകനാണ്. പിന്നെ ഇത് അവർക്ക് നമ്മളുടെ കോൺഫിഡൻസ് വേണമല്ലോ. സത്യം പറഞ്ഞാൽ അതാണ്. കാരണം ഞാൻ ഒത്തിരി പേരെ സമീപിച്ചെങ്കിലും പിന്നെ രണ്ടാമത് ഇത് വന്നപ്പോഴത്തേക്കും കാരണം ഒരു ആളുടെ സമയം എടുക്കുമ്പോൾ അടുത്ത ആൾക്ക് സമയം കിട്ടുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും വന്നപ്പോൾ ഞാൻ തന്നെ അത് ഡിസൈഡ് ചെയ്തു. ഈ സിനിമ നടക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവരുടെ പുറകെ നടന്ന് ഒത്തിരി സമയം കളഞ്ഞാൽ നടക്കില്ല എന്ന് എനിക്ക് തോന്നിക്കൊണ്ടിട്ടാണ് പുതുമ ആളുകളെ വെച്ച് ചെയ്തത്. ഡയറക്ടറോട് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സബ്ജക്ട് എടുത്തത്? വിവാദമാക്കാൻ വേണ്ടിയാണോ അതോ ഇത് പുരോഗമനം പറയാൻ വേണ്ടിയാണോ? ഇത് വിവാദമാക്കാനോ പുരോഗമനം പറയാൻ വേണ്ടിയല്ല. ഇത് സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല, അത് തന്നെ ഇവിടുത്തെ പ്രണയകഥയാണ്. ഒരു നാട്ടിലാണെങ്കിലും ഇപ്പൊ നമ്മൾ ഒരു ഗ്രാമപ്രദേശത്തിൽ, എസ്പെഷ്യലി ഒരു ഗ്രാമപ്രദേശത്തിൽ ഒരു കഥ നടക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു പൊളിറ്റിക്സ് ഇല്ലാണ്ടൊന്നും, കാരണം അറിയാലോ ഇന്നത്തെ കേരളത്തിലെ എല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്സിന് അടിമയാണെന്ന് തന്നെ പറയാം. ഏതെങ്കിലും അതേപോലെ നമ്മുടെ നായകനും ശരിക്കും സിനിമയിലൊരു, കാരണം ഒരു കൊറോണ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് വരുന്നുണ്ട്. അപ്പൊ പൊളിറ്റിക്സ് പറയാണ്ട് കൊറോണ എനിക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല. അതുകൊണ്ടിട്ടാണ് ഒരു നായകനെ ഇടതുപക്ഷ അനുഭാവി എന്നുള്ള രീതിയിൽ വന്നത്. അങ്ങനെയാണ് അത് പൊളിറ്റിക്സ് വരാൻ കാര്യം. പിന്നെ ഒരു രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമ എടുക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഞാൻ ഒരു ഫസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം റിവീൽ ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ രണ്ടും അതിൽ വെക്കേണ്ട വന്നു. രണ്ടും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനോ അങ്ങനെയല്ല. പക്ഷെ ആ കഥ ആവശ്യപ്പെടുന്ന നിങ്ങൾക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും. അത് ആ കഥ ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ഇതിലേക്ക് വന്നത്. അതിപ്പോൾ സിനിമ കഴിഞ്ഞ് നമ്മൾ ഇത് കണ്ടപ്പോഴാണ് എല്ലാവരും പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ തോന്നുന്നത് ഇങ്ങനെ ഒരു സംഭവം വന്നല്ലേ എന്നുള്ളത്. സത്യത്തിൽ അങ്ങനെ ഒരു ഇതിലല്ല എടുത്തത്. കഥ ആവശ്യപ്പെടുന്ന ഒരു സത്യത്തിലൊരു പ്രണയകഥയാണ്, എന്നാലൊരു മർഡർ മിസ്റ്ററി ഉണ്ട്. അത്രേ ഉള്ളൂ ശരിക്കും സിനിമയിൽ. പക്ഷെ അവരുടെ സമയങ്ങളും ഈ നായകന്റെ ആ ഒരു എന്നാലാണ് അത് കറക്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു റീസൺ. തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോൾ വിവാദമാവോ? അത് അങ്ങനെ വിവാദമാവേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പറയണതെല്ലാം ട്രൂത്താണ്. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഒരു സംഭവം. ഫസഖ് എന്ന് പറഞ്ഞ സംഭവം സിനിമയിൽ അങ്ങനെ വന്നിട്ടില്ല. അത് സത്യമാണ്. ഈ വിവാദമാകുമോ എന്നുള്ള എല്ലാവരുടെയും ചോദ്യം കേൾക്കുമ്പോൾ ഞങ്ങളെന്തോ ഈ സിനിമയിൽ വിവാദമാകാനും മാത്രം മതത്തെയോ രാഷ്ട്രീയത്തെയോ ഒന്നും മോശമായി പറഞ്ഞിട്ടേ ഇല്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം മുസ്ലിം പശ്ചാത്തലത്തിൽ ഒരുപാട് സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. മലയാളത്തിലായാലും തമിഴിലായാലും ഹിന്ദിയിലായാലും വേൾഡ് വൈഡ് ആണെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലമുള്ള എത്രയോ മൂവികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് വിവാദമാകും. ഇപ്പം നമ്മൾ ഇതിലൊരു സബ്ജക്റ്റ് പറയുന്നുണ്ട്. ആ സബ്ജക്റ്റ് ഒരു പ്രണയകഥയാണ്. ആ പ്രണയം നടന്ന ഒരു നാട്ടിൻ പുറത്താണ്. രണ്ടാം കെട്ടുകാരിയായ പൂർവ്വ കാമുകിനെ തന്നെ പ്രണയിക്കുന്ന കാമുകന്റെ കഥയാണ്. അപ്പൊ അതിൽ ഫസഖ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നുകൊണ്ട് ഒരിക്കലും ഇതൊരു വിവാദ വിഷയമായി മാറണമെന്നില്ല. ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ എല്ലാവർക്കും അറിയാതെ പോയ ഒരു തലാഖ് പോലെ തന്നെ ഫസഖ് എന്ന് പറയുന്ന ഒരു മതനിയമമുണ്ട്. അത് ഈ സബ്ജക്റ്റിലൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ മുസ്ലിംസിനെ ആരെയും മോശമായിട്ട് പറയുകയല്ല. ആർക്കും അറിയാത്തൊരു പുതിയ കാര്യം പറയുന്നു എന്ന് മാത്രം. ഇതിൽ രാഷ്ട്രീയം വന്നത് ആ ഗ്രാമത്തിൽ ആ ഒരു സ്റ്റോറി നടക്കുമ്പോൾ ഇതിലൊരു മർഡർ നടക്കുന്നുണ്ട്, കൊറോണയുടെ പ്രസൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് അതിൽ രാഷ്ട്രീയം കൊണ്ടുവന്നു. നമ്മളെല്ലാവരും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ താമസിക്കുന്നവരാണ്. എല്ലാവരും വ്യക്തി ജീവിതത്തിൽ രാഷ്ട്രീയമായിട്ട് ബന്ധമുണ്ടാവും. മതപരമായി ഇപ്പം ഹിന്ദുക്കളെല്ലാവരും തീവ്രമായി ഹിന്ദു മതത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരല്ല. മുസ്ലിംസ് എല്ലാവരും തീവ്രമായി മുസ്ലിം മതത്തെക്കുറിച്ച് എല്ലാവരും അവരവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുവന്നു. ചിലരതിനെ തീവ്രമായിട്ട് കൊണ്ടു നടക്കുന്നു. നമ്മളാരെയും വേദനിപ്പിക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ മനഃപൂർവ്വമായിട്ട് ഈ സിനിമയിൽ ഒന്നും ചെയ്തിട്ടില്ല. ഒരു നല്ല മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന കുറെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് വിവാദമാക്കി ഹിറ്റാക്കാം, അങ്ങനെ പൈസ ഉണ്ടാക്കാം, അങ്ങനെ പ്രൊഡ്യൂസറായ ഹബീബിക്കൻ ചിന്തിച്ചിട്ടില്ല, ഡയറക്ടറായ മുജീബിക്കൻ ചിന്തിച്ചിട്ടില്ല. ഞങ്ങളിതിൽ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. ഈ മതം മോശമാണ്, ഈ മതം നല്ലതാണ്, ഈ രാഷ്ട്രീയം മോശമാണ്, ഈ രാഷ്ട്രീയം നല്ലതാണ്, അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇതൊരു ആക്ഷേപഹാസ്യ ചിത്രം തന്നെയാണ്. എല്ലാ പാർട്ടിക്കാരെയും കളിയാക്കിയിട്ടുമുണ്ട്, നല്ലതും പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്ക് വാങ്ങിയത്. സോറി. ഇതൊരു മുസ്ലിം സമുദായത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥ പറയുമ്പോൾ തീർച്ചയായും മത നേതാക്കളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ പടം കാണാൻ ആവശ്യപ്പെടും. സ്വാഭാവികമായിട്ടും ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഇത്തരം ഒരു ഫസഖ് സ്ത്രീകൾക്ക് ചൊല്ലാമെന്നൊരു കഥാതന്ത് വരുമ്പോൾ എന്തുകൊണ്ടാണ് അതിനെ ഊന്നൽ കൊടുത്ത് ചെയ്തതെന്ന് പറയും. അതിന് ഉത്തരം നൽകാൻ എന്താണ് പറയുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ ആ മുസ്ലിം സമുദായത്തിൽ ജനിച്ച ആളാണ്. അപ്പൊ എനിക്ക് ഈ ഒരു സംഭവം അറിയാം. അപ്പൊ എന്റെ വൈഫിനോട് ഞാനിത് ചോദിച്ചപ്പോഴത്തേക്ക് അവൾക്ക് പോലും അറിയില്ല. അപ്പൊ എനിക്ക് തോന്നി ഇത്, കാരണം ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാലത്തും എപ്പോഴും മെയിൽ ഡൊമിനേറ്റഡ് നമ്മുടെ സമൂഹം.
അതിനിപ്പോൾ ഞാൻ റീസെൻ്റ് അതൊരു മതത്തിൻ്റെ കാര്യമല്ല. ഇപ്പം ഞാൻ പറഞ്ഞൊരു ഇപ്പോൾ ഈ നെക്സ്റ്റ് 2 മാസത്തിനുള്ളിൽ ഇലക്ഷൻ വരുന്നുണ്ട്. നമ്മുടെ 20 പാർലമെൻറ്റ് സീറ്റ് ഉണ്ട് നമുക്കിവിടെ. 20 പാർലമെൻറ്റ് സീറ്റിൽ എത്ര സീറ്റിൽ പെണ്ണുങ്ങൾ മത്സരിക്കും? നമുക്ക് അതുപോലെ എല്ലാ മതത്തിലും എല്ലാ രാഷ്ട്രീയത്തിലും എല്ലായിടത്തും ഒരു മെയിൽ ഡൊമിനേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫസൽ എന്ന് പറഞ്ഞ സംഭവം ശരിക്കും തലാഖിൻ്റെ സെയിം തന്നെയാണ് ഫസൽ. പക്ഷെ തലാഖ് അറിയാത്ത ഒരു മനുഷ്യൻ ഇന്ത്യയിൽ ഉണ്ടാവില്ല. ഇന്ത്യയിൽ ജീവിക്കണം, ഞാൻ പറഞ്ഞ മുസ്ലിം സമുദായത്തിലല്ല, അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു 99% ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഏത് മതം ആയിക്കോട്ടെ അവന് ഈ തലാഖ് എന്ന് പറഞ്ഞാൽ അറിയാം. പക്ഷെ ഫസഖ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് പോലും അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അതൊന്നും അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അവരറിയണ്ടേ. പിന്നെ ഞാനൊരു കഥ പറയുമ്പോഴത്തേക്ക് എനിക്ക് അറിയാവുന്ന കഥയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യമായിട്ടൊരു കഥ പറഞ്ഞതാണ്. അപ്പോൾ ആ കഥ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ആയതും എനിക്കറിയാവുന്ന ഒരു കഥയാണ് ഞാൻ പറയുന്നത്. അത്രേ ഉള്ളൂ. അതിൽ വേറെ നമ്മൾ ഒരിക്കലും പൊളിറ്റിക്സാ അല്ലെങ്കിൽ ഒരു മതത്തിനെ ഒന്നും പറയാൻ ഉദ്ദേശിച്ചല്ല. എനിക്കറിയാവുന്ന ഒരു കഥ ഞാൻ പറയുന്നു. അതാണ് അതിൻ്റെ ഫാക്റ്റ്. ഈ ഇലക്ഷനൊക്കെ നടക്കാൻ പോകുന്നതുകൊണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ചുവട് പിടിച്ചുകൊണ്ട് വല്ലതും നിങ്ങളുടെ ചിത്രമാണോ, അതോ മത നേതാക്കൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ നേരിടും എന്ന ഈ കാര്യങ്ങളിൽ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ സംവിധായകൻ നിർമ്മാതാവിന്? ഇല്ല. ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കാരണം നമുക്കറിയാം കൊറോണ ഒരു 2020 നമ്മൾ അനുഭവിച്ചതാണ്. ഈ കൊറോണ സമയത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ പൊളിറ്റിക്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. ഇപ്പം ഞാനൊരു പാർട്ടിക്കാരനോ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരനോ ഒന്നും അല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ആ സമയത്ത് ചെയ്ത പലതും കൊണ്ടാണ് ഈ രണ്ടാമത് ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ വന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കൊറോണ സബ്ജക്റ്റ് ആയതുകൊണ്ടും ആ ഒരു ബേസ് ഉള്ളതുകൊണ്ടും എനിക്ക് പാർട്ടി ആ സമയം, അതായത് ആ കഥ കറക്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ നായകൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരിക്കണമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് നമ്മളൊരു പാർട്ടീനെ ബൂസ്റ്റ് ചെയ്യാനോ തളർത്താനോ ഈ ബിനീഷ് പറഞ്ഞ പോലെ നമ്മൾ എല്ലാ പാർട്ടിക്കാരെയും പറയുന്നുണ്ട്, എല്ലാ പാർട്ടിക്കാരെയും കളിയാക്കുന്നുണ്ട്, എല്ലാ പാർട്ടിക്കാരെയും നമ്മൾ ഇപ്പം ഒരു ആക്ഷേപഹാസ്യമായിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. സെൻസറിൽ ചെന്നപ്പോൾ എന്തെങ്കിലും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? സെൻസറിൽ ചെന്നപ്പോൾ എനിക്ക് ഇപ്പോഴും സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഓൾമോസ്റ്റ് ഇപ്പം 3 പ്രാവശ്യമായി ഞാൻ പോണത്. കാരണം അതിൽ കുറേ ഡയലോഗ്സ് എനിക്ക് മാറ്റേണ്ടി വന്നു. ഞാൻ അവരോട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു. കാരണം അതൊന്നും, പക്ഷെ നമ്മളൊരു പുതിയ ആളായതുകൊണ്ട് ഇപ്പം ആ സിനിമയിൽ നമ്മൾ ആദ്യം എഴുതി വെച്ച പല ഡയലോഗുകളും നമുക്കത് കുറേ മാറ്റം വരുത്തേണ്ടി വന്നു. കാരണം അതിപ്പോൾ നമുക്കൊന്നും പറയാം. അവർ ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ വിമർശനം നമ്മൾ കുറച്ച് സ്ഥലത്തുണ്ടായിരുന്നു, അത് പലതും അതവർ കട്ടിയിപ്പിച്ചു. നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു നിയമമുള്ള ആ നിയമം അനുസരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരായതുകൊണ്ടിട്ട് നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും നമുക്ക് അതിനൊക്കെ ഓരോ നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സെൻസറിങ്ങിന് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ അത് എഴുതുമ്പോൾ ചിന്തിച്ചില്ലേ എങ്ങനെ? അല്ല, അത് അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മളൊരു കഥ എഴുതുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രംഗങ്ങളിലൂടെ നർമ്മ സംഭാഷണങ്ങളിലൂടെ ഇങ്ങനെ പോണത്. അപ്പോൾ ചിലപ്പോൾ അത് നമ്മൾ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ നമ്മൾ അല്ലെങ്കിൽ എന്താ പറയുക പൊളിറ്റിക്സിനെതിരായിട്ട് നമ്മൾ പറയുമല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞത് നമ്മൾ സിനിമയിലും പറഞ്ഞതല്ലോ. പക്ഷെ അപ്പോൾ അവർ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിമർശനമാകുമെന്ന് പറഞ്ഞു, കേരള ഗവൺമെൻറ്റിൻ്റെ വിമർശനമാകുമെന്ന് പറഞ്ഞിട്ട് നീക്കം ചെയ്യാൻ പറഞ്ഞ് നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അത് നമ്മൾ നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പം നീക്കം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇന്നോ നാളെ സർട്ടിഫിക്കറ്റ് ആവുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു സ്ക്രിപ്റ്റൊക്കെ എഴുതുമ്പോൾ ഇനി കൂടുതൽ ശ്രദ്ധിക്കുമോ? തീർച്ചയായും. കാരണം നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ ഇപ്പം തന്നെ ഒരു മാസത്തിൽ കൂടുതലായി ഈ സെൻസറിന് വേണ്ടി നടക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ശ്രദ്ധിക്കും. വിഹാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. എക്സ്പീരിയൻസ് നമ്മൾ കണ്ടും കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിനിമയിൽ പുറത്തു നിന്ന്. അപ്പോൾ ഇതിനുള്ളിലേക്ക് വരുമ്പോൾ ആ സ്വപ്നം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് കൂട്ടത്തിലുള്ള ആളുകളൊക്കെ കൊണ്ട് തന്നെ കിട്ടി. പിന്നെ ഇതിൻ്റെ മെയിൻ കപ്പിത്താൻ എന്ന് പറയുന്ന ഡയറക്ടർ സാർ മുജീബ് സാറ് അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഈ പടം ഇവിടെ വരെ നമ്മളിപ്പം എത്തി നിൽക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ബിനീഷേട്ടൻ അദ്ദേഹമൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുതുമുഖം എന്ന രീതിയിൽ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെയല്ല ട്രീറ്റ് ചെയ്തിട്ടുള്ളത്.
എല്ലാവരും നല്ല രീതിയിൽ ഒരു ഫാമിലി പോലെ നിന്ന് അത് ഫസ്റ്റിൽ അങ്ങനെ ഒരു പടത്തിൽ കിട്ടുക എന്ന് പറയുന്നൊരു പ്ലസ് ആയിട്ട് ഞാൻ കരുതുന്നു. സോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, സുനിലക്ഷ്മിയാണ് ഹീറോയിൻ. അതെ. ബിഹാരി ഹീറോയിനായിട്ടുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള തമിഴിലൊക്കെ അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് ആണ്. അപ്പോൾ അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ എക്സ്പീരിയൻസ്? കാരണം അവരോട് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ഷോട്ടിൻ്റെ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത്. ബട്ട് ആ ടൈമിൽ വളരെ കംഫർട്ടബിൾ ആക്കി അവരോട് സീൻ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ. അവർ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെ ചില സജഷൻസ് ഒക്കെ പറയാറുണ്ട്. സോ ഒരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ നല്ലൊരു ബോണ്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സജിത് രാജ് അതിനു മുമ്പ് പ്രമുഖൻ കോളേജിലൊക്കെ ശക്തമായ കഥാപാത്രം ചെയ്തു. മലയാളത്തിൽ പിന്നെ കുറച്ചു നേരം കണ്ടില്ല. തമിഴിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. വീണ്ടും തിരിച്ച് മലയാളത്തിലേക്കൊരു തിരിച്ചുവരവാണോ 5ാം ഭേദം? അങ്ങനെ ആകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. എന്താണ് ഗ്യാപ്പ് വന്നത്? അത് സ്വാഭാവികമായിട്ട് വന്ന ഗ്യാപ്പാണ്. പ്ലാൻ ചെയ്തുണ്ടായ ഗ്യാപ്പല്ല. ആ സമയത്ത് ഞാൻ പിന്നെ വേറൊരു വർക്കും ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം അങ്ങനെ ഒരു ഗ്യാപ്പ് മനഃപൂർവ്വം എടുത്തൊരു ബ്രേക്ക് എടുത്ത് പോകും. അങ്ങനെ തമിഴ് ചെയ്തുകൊണ്ടാണ്. തമിഴ് അതിപ്പോൾ എപ്പോഴും എനിക്ക് ആദ്യം ചാൻസ് കിട്ടും തമിഴിലായതുകൊണ്ട് എനിക്കെപ്പോഴും തമിഴിനോടൊരു ലവ് ഉണ്ട്. സിറ്റുവേഷനാണ് എപ്പോഴും ആദ്യം ഒരു പ്രയോറിറ്റി എപ്പോഴും ഉണ്ട് എൻ്റെ മനസ്സിൽ. ഇനി കണ്ടിന്യൂസ് പഠനം മലയാളത്തിൽ മാത്രമായിരിക്കുമോ? കെട്ടി ഉറപ്പായിട്ട് ചെയ്യും. ഈ പടം ഒരു മെയിൽ ഡോമിനേഷന് എതിരായിട്ടുള്ള ഒരു പടമാണ്. അങ്ങനെ മെയിൽ ഡൊമിനേഷന് എതിരായിട്ടുള്ളൊരു പടം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളല്ലേ ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. ശരി, ഇപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞാൽ കേരളം ഇപ്പൊ 1956 മുതൽ ഇത്ര വർഷമായിട്ട് ഒരു ഫീമെയിലും ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ടോ? ഇപ്പൊ എന്ത് പറഞ്ഞാലും ഇപ്പൊ ഈ 50-50 സംവരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് തദ്ദേശ വകുപ്പ് സ്ഥാപനങ്ങളിൽ വരെ സ്ത്രീകൾ വന്നിരുന്നത്. സ്ത്രീകൾ മുന്നോട്ട് വരണം, അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത്. ഒരിക്കലും മെയിൽ എതിർത്തുള്ള ഒരു പടമല്ല. ഈക്വൽ ഒരു പാർട്ണറായിട്ട് ഫീമെയിൽസിനെ കാണണം എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളത്. പ്രസ് മീറ്റിൽ അത് കണ്ടിട്ടില്ല. പ്രസ് മീറ്റിൽ ഇപ്പൊ ഞാൻ അതെന്താ കാര്യം വെച്ചാൽ സുനു ലക്ഷ്മി വന്നില്ല. അതാണ് സത്യം പറഞ്ഞാൽ നടന്നത്. ബാക്കി പെൺപിള്ളേരെല്ലാം പുറകിലിരിപ്പുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, സത്യമാണ് അത്. ശരിക്കും പറഞ്ഞു എല്ലായിടത്തും അതുള്ളതാണ്. സിനിമയിലായിക്കോട്ടെ രാഷ്ട്രീയത്തിലായിക്കോട്ടെ എല്ലായിടത്തും അതൊരു സത്യം തന്നെയാണ്. ഇവിടെയും അതിപ്പോ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ഇരിക്കുന്ന ഇപ്പൊ എത്ര റിപ്പോർട്ടേഴ്സ് ഉണ്ട്? ഏതെങ്കിലും ഒരു ഫീമെയിൽ ഉണ്ടോ? അതും ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത്. അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉദ്ദേശം. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം പീക്കിലായി. അതുകൊണ്ട് മാത്രമല്ല, ഇതിന്റെ സംഘാടകരായ ആളുകളാണല്ലോ മുൻനിര ഇരിക്കേണ്ടത്. ഡയറക്ടർ, പ്രൊഡ്യൂസർ, ചീഫ് നേരത്തെ മുഖ്യമന്ത്രിയുടെ ലിസ്റ്റ് പറഞ്ഞായിരുന്നു. അവരവർക്കൊരു ചാൻസ് കിട്ടുമ്പോൾ അതിനു വേണ്ടി ട്രൈ ചെയ്യാം. അവരാണ് ഡയറക്ടറിൽ ഉറപ്പായിട്ടും ഫ്രണ്ടിലിരിക്കും. പ്രൊഡ്യൂസർ അവരാണ് ഫ്രണ്ടിലിരിക്കും. കാരണം അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയേണ്ടവരാണ് മുൻനിരയിൽ ഇരിക്കേണ്ടത്. അത് വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചത്. അപ്പൊ അവർക്കും അവരുടേതായ കാരണങ്ങൾ പറയാനുണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 95% മെയിലാണ്. അത് ഇന്നോ നാളെയോ മാറില്ല. അത് ശരിക്കും പറഞ്ഞു നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്തുകൊണ്ട് നാളെ മുതൽ ഫീമെയിൽ ഓറിയന്റഡ് സിനിമ വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ കാര്യം പെട്ടെന്ന് നടക്കുകയുമില്ല. കാരണം അവരങ്ങനെയാണ് വളർന്നു വന്നത്. നമ്മുടെ സമൂഹം അങ്ങനെയാണ് അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഒരു ദിവസം നേരം വിളിക്കുമ്പോഴൊക്കെ മാറണമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ല. ഇപ്പൊ പൊളിറ്റിക്സ് നമ്മള് ഇപ്പൊ എന്താ പറയാ എല്ലാവരും നാളെ പോലെ പൊളിറ്റിക്സിന് അതൊരിക്കലും നടക്കില്ല. അപ്പൊ അതിന് അതിൻ്റെതായ സമയം എടുക്കും. അതെ, അതുകൊണ്ടാണ് ദ റെവല്യൂഷൻ ബിഗിൻസ് ഇട്ടായത്. കാരണം ഒരു കൂട്ടം ചെറുപ്പക്കാർ മീൻസ് ഒരു അതായത് സിനിമയായിട്ട് വലിയ ബന്ധമില്ലാത്ത കുറെ ആളുകൾ ചെയ്ത ഒരു സംഭവമാണ് ഇത്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഓക്കെ, താങ്ക് യു വെരി മച്ച്.
അപ്പോൾ സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.